നോക്ക് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിൽ 60-ാമത്തെ ആയത്തിൽ അവിടുന്ന് പറയാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അങ്ങനെ എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു തുടക്കത്തിൽ പറയുന്നത് എന്താണ്? എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ശേഷം റബ്ബ് പറയാണ്, എന്നെ ആരാധിക്കാതെ ആരെങ്കിലും അഹങ്കരിച്ച് നടന്നാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഇവിടെയുള്ള ആരാധന ഏതാണ്? അത് പ്രാർത്ഥനയാണ്. ആദ്യം പറഞ്ഞ ആ പ്രാർത്ഥനയാണ് റബ്ബ് അവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. നമ്മുടെ പല സഹോദരങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥന ബദരീങ്ങളോടും മുഹ്യിദ്ദീൻ ശൈഖിനോടും അതുപോലെയുള്ള മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്നത് കാണാം. അത് നരകത്തിൽ പോകുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്.